ഹായ് ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ നിങ്ങളുടെ സ്വന്തം ആരോമൽ. അപ്പോൾ SBA PO എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് കരുതുന്നു. IBPS POന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചായിരുന്നു. ഏകദേശം 7000-നോടടുത്ത് തന്നെ വേക്കൻസീസ് ഉണ്ട്. ഇനി 3 ബാങ്ക്സ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 7000-ൽ പരം വേക്കൻസീസ് വരും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്കിങ് ആസ്പിറൻസിന്. എല്ലാവരും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ NASA അസിസ്റ്റന്റും വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരു 35 വേക്കൻസിയാണ് ഉള്ളത്. എങ്കിലും അത്യാവശ്യം പ്രഷർ ഒന്നും വേണ്ടാത്ത ഒരു നല്ലൊരു ക്ലറിക്കൽ പോസ്റ്റിലേക്ക് താല്പര്യമുള്ള എല്ലാ ആസ്പിറൻസിലും ആ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച SBA POന്റെ 3 വീഡിയോസ് കഴിഞ്ഞായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള 4ാമത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ടൈം കളയാതെ തന്നെ നമുക്ക് നോക്കാം. ആദ്യമേ എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് പോസ് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് മാത്രം എക്സ്പ്ലനേഷൻ കേൾക്കാൻ നിൽക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെങ്ത് ഓഫ് ടു ട്രെയിൻസ് എക്സ് ആൻഡ് വൈ. അപ്പൊ 2 ട്രെയിൻ ഉണ്ട് നമുക്ക്, എക്സും വൈയും എന്ന് പറയുന്ന 2 ട്രെയിൻ. ഓക്കെ, ആർ 360 meters ആൻഡ് 360 plus m meters. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന 2 ട്രെയിനുകളുണ്ട്. അപ്പൊ ആദ്യത്തെ ട്രെയിൻ, അതായത് ഈ എക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 360 മീറ്റർ ആണ്. അതുപോലെ തന്നെ വൈയുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 360 plus m meters ആണ്. എക്സ് ആൻഡ് വൈ ക്യാൻ ക്രോസ് എ പോൾ ഇൻ 18 seconds ആൻഡ് 20 seconds റെസ്പെക്റ്റീവ്ലി. അപ്പൊ എക്സ് എന്ന് പറയുന്ന ട്രെയിനും അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ട്രെയിനും ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പോൾ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം 18 സെക്കൻഡ്സും അതുപോലെ 20 സെക്കൻഡ്സും എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദി സ്പീഡ് ഓഫ് ബോത്ത് ട്രെയിൻസ് ആർ സെയിം. അപ്പൊ നമുക്ക് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, 2 ട്രെയിനുകളുടെയും സ്പീഡ് എന്താണ്? സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദെൻ ഫൈൻഡ് ദി ടൈം ടേക്കൺ ബൈ ട്രെയിൻ വൈ ടു ക്രോസ് എ പ്ലാറ്റ്ഫോം ഓഫ് ലെങ്ത് 360 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ട്രെയിൻ വൈ ഒരു പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യാനുള്ള ടൈം ആണ് കണ്ടുപിടിക്കുന്നത്. 360 meters ലെങ്ത് ഉള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ നോക്കിക്കേടാ, ഇവിടെ 2 ട്രെയിനും ഒരേ സ്പീഡാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 2 ട്രെയിനും ഒരേ സ്പീഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ട്രെയിൻ എക്സ് എന്ന് പറയുന്ന ട്രെയിൻ 18 സെക്കൻഡിൽ ഒരു പോളിനെ ക്രോസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 18 സെക്കൻഡിൽ ഒരു പോളിനെ ക്രോസ് ചെയ്യും. ഒരു പോളിനെ ക്രോസ് ചെയ്യുന്ന കണ്ടീഷനിൽ ആ ഒരു ട്രെയിൻ സഞ്ചരിച്ച ദൂരം നമ്മൾ എന്തായിട്ട് എടുക്കും? ആ ഒരു ട്രെയിനിന്റെ ലെങ്ത് ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് പറയാം 18 സെക്കൻഡ് കൊണ്ട്, നോക്കിക്കേടാ മക്കളെ, 18 സെക്കൻഡ് കൊണ്ട് ഇവിടെ ഞാൻ ടൈം എഴുതാണ്. 18 സെക്കൻഡ് കൊണ്ട് ആ ഒരു ട്രെയിൻ എത്ര മീറ്റർ സഞ്ചരിക്കും? 360 മീറ്റർ ഡിസ്റ്റൻസ് സഞ്ചരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സ്പീഡ് സെയിം ആയതുകൊണ്ട് തന്നെ 20 സെക്കൻഡിൽ എന്ത് സഞ്ചരിക്കും? 360 plus m. രണ്ടാമത്തെ ട്രെയിനും ഒരേ സ്പീഡായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒരേ ട്രെയിൻ കണക്കെടുക്കാം. അപ്പൊ ഒരേ ട്രെയിൻ എന്താണ്? 18 സെക്കൻഡിൽ 360 മീറ്റർ സഞ്ചരിക്കും, 20 സെക്കൻഡിൽ 360 plus m ഡിസ്റ്റൻസ് സഞ്ചരിക്കും എന്ന് പറയാം. കാരണം രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ ട്രെയിനും എന്താണ്? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയ പോളിനെയാണ് എന്ത് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രെയിൻ വൈ 360 മീറ്റർ ലെങ്ത് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ട്രെയിൻ വൈ ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രെയിൻ വൈ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തൊക്കെയാണ്? ട്രെയിൻ വൈയുടെ നീളം, അല്ലെ? ട്രെയിൻ വൈയുടെ നീളം അതായത് 360 plus m. ഓക്കെ, അപ്പൊ ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ട്രെയിൻ എന്തൊക്കെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു? ട്രെയിനിന്റെ ലെങ്ത്തും കവർ ചെയ്യുന്നു, അതുപോലെ തന്നെ ട്രെയിനിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് കവർ ചെയ്യുന്നു. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് നമ്മൾ എഴുതി. ഇനി പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് നേരത്തെ ഉള്ള ട്രെയിനിന്റെ ലെങ്ത് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 2 ഡിസ്റ്റൻസിന്റെ സമ്മിന് തുല്യമായിട്ടുള്ള ലെങ്ത് കവർ ചെയ്യാനല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ടൈം കൂട്ടിയാലും മതി. നോക്കിക്കേ, ഈ ടൈം കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 20 plus 18 എത്ര കിട്ടൂടാ? 38. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 38. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൺവെൻഷനൽ ആയിട്ട് ചെയ്യാം, പക്ഷെ നമ്മൾ SBA-PO പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ്, അല്ലെ? അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാകുമ്പോൾ കുറച്ച് ഷോർട്ട് കട്ട്സ് അറിഞ്ഞിരിക്കുക. ഇവിടുത്തെ എന്താണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്? സ്പീഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതാം.
അതിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടൈം ആണ്. അതായത് എന്താണ്, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ടൈം കൂടും, അല്ലെങ്കിൽ ടൈം കൂടി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടും. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് കൂടെയല്ലേ, അപ്പൊ ഡിസ്റ്റൻസ് കൂടുമ്പോൾ അതിന് പ്രപ്പോർഷണൽ ആയിട്ട് ടൈം കൂടും. അതുകൊണ്ടാണെന്ത് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പൊ അതിന് പിന്നിലുള്ള ലോജിക്ക് എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം സ്ക്രീനിലുണ്ട്. ഒന്ന് പോസ് ചെയ്യാം, എല്ലാവരും ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്തു നോക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ കേൾക്കുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എ സം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ആണ്. എ സം അമൗണ്ട്സ് ടു 2970 വെൻ ഇൻവെസ്റ്റഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. അപ്പൊ ഒരു സം എന്ന് പറയുന്നത് 2970 ആയ ഒരു എമൗണ്ട് ആവും. അപ്പൊ ഇതെന്താണ്, ഒരു എമൗണ്ട് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോഴേ മനസ്സിലാക്കണം. ഓക്കെ, എമൗണ്ട് ആണ് ഫോർ R% പെർ ആനം. ഇപ്പൊ റേറ്റ് നമുക്ക് തന്നിട്ടില്ല, R% ആണ് റേറ്റ് ഫോർ 3 years, 3 വർഷത്തേക്കുള്ള എന്താണ് എമൗണ്ട് ആണെന്ത് 2970 എന്ന് പറയുന്നത്. വേറാസ് ഇറ്റ് എമൗണ്ട്സ് ടു 2700. അപ്പം അടുത്തൊരു എമൗണ്ട് തന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു എമൗണ്ടിന്റെ പ്രത്യേകത എന്താണ്, ഇത് 3 വർഷത്തിന് ശേഷമുള്ള എമൗണ്ട്. ഇതെന്ന് പറയുന്നത് വേറാസ് വെൻ ഇൻവെസ്റ്റഡ് അറ്റ് ദി സെയിം റേറ്റ് ഫോർ 2 years. ഇതെന്ന് പറയുന്നത് എന്താണ്, 2 വർഷത്തിന് ശേഷമുള്ള എമൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, 3 വർഷത്തിന് ശേഷമുള്ള എമൗണ്ടും 2 വർഷത്തിന് ശേഷമുള്ള എമൗണ്ടും. അപ്പൊ നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സക്സസീവ് പെർസെന്റേജിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ. സക്സസീവ് പെർസെന്റേജിന്റെ എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ ഈ 2700 നമ്മളൊരു പ്രിൻസിപ്പിൾ ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നോക്കിക്കേ, 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ 2 വർഷങ്ങൾക്ക് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 വർഷം അല്ലേ, 1 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് എന്താ 2970 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രശ്നമില്ല. അത് എന്തുകൊണ്ടാ, സക്സസീവ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തീരെ അറിഞ്ഞുകൂടാത്തവർക്ക് ഈ ഒരു സെഷൻ കൊണ്ട് ബെനിഫിറ്റ് ഇല്ല. നമ്മൾ ഓൾറെഡി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഒക്കെ പഠിച്ച ഒരാൾക്ക് ഈ ഒരു മെത്തേഡ് ബെനിഫിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, പ്രിൻസിപ്പൽ ടു എമൗണ്ട് റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 1 വർഷത്തെ ചേഞ്ച് ആണ്, 1 വർഷത്തെ ചേഞ്ച്. ഇതിൽ നിന്ന് എനിക്ക് റേഷ്യോ എങ്ങനെ എഴുതാം, ഈ ഒരു 0യും ഈ ഒരു 0യും വെട്ടാം. പിന്നെ നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും 270 27ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ 297 അതും എന്താണ് 27ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇതിനെ ഞാൻ 27 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ 10 എന്ന് കിട്ടും. ഇതിനെ 27 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ 11 എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേടാ മക്കളെ, 1 വർഷത്തില് 10 ആയിരുന്ന പ്രിൻസിപ്പിൾ എന്തായി, 11 ആയിട്ട് മാറി. 10 ആയ പ്രിൻസിപ്പിൾ 11 ആയെങ്കിൽ ഒന്നല്ലേ കൂടിയത്. അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 1/10% ആണ്. 1/10ന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 10% അല്ലേ. അപ്പൊ ഈ ഒരു ഫ്രാക്ഷൻ 1/10 എന്ന് പറയുന്നത് 10% ആണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ഇത് കാണുമ്പോഴേ അവിടെ റേറ്റ് മനസ്സിൽ വരും, എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ 10% റേറ്റ് എന്ന് കിട്ടി. അപ്പൊ 10% റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കണേ. ഓക്കെ, നമുക്ക് 6 തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 6ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി, എന്താണ് 10% കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 10%. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ എന്ത് ചെയ്യുക, പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. ഏതൊരു യൂട്യൂബ് ക്ലാസ്സിലായാലും എന്ത് ചെയ്യുക, നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് നോക്കുക. പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യും, മിക്കവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് മെൻസുറേഷൻ, അതുപോലെ തന്നെ പ്രോബബിലിറ്റി. സ്ഥിരം പറയുന്ന കാര്യമാണ്, എന്നിരുന്നാലും ഒന്നുകൂടെ പറയണം. അപ്പം എന്ത് ചെയ്യുക, മെൻസുറേഷൻ, ബാങ്കിന്റെ മെൻസുറേഷൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. 3Dയിലെ കുറച്ച് ഫിഗേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 2Dയിലെ കുറച്ച് ഫിഗേഴ്സ് ഉണ്ട്. അതിന്റെ ഇക്വേഷൻസ് പഠിക്കുക. 2D ആണെങ്കിൽ ഏരിയ, അതുപോലെ തന്നെ പെരിമീറ്റർ. 3D ആണെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, വോളിയം. ഇത്രയും സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നോക്കിക്കേ, നമുക്ക് നോക്കാം. അപ്പൊ ഒരു മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ എന്തൊക്കെ ഷേപ്സ് ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, ദി ഹൈറ്റ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ. അപ്പൊ ഒരു കോണിനെ പറ്റി പറയുന്നുണ്ട്. റൈറ്റ് സർക്കുലർ കോൺ ആൻഡ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ. അപ്പൊ ഒരു കോണിനെ പറ്റിയും പറയുന്നുണ്ട്, ഒരു സിലിണ്ടറിനെ പറ്റിയും പറയുന്നുണ്ട്. ഈ സെയിം, അപ്പൊ രണ്ടുപേരുടെയും ഹൈറ്റ് സെയിം ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുക. രണ്ടുപേരുടെ എന്താണ്, ഹൈറ്റ് സെയിം ആണ്. അപ്പൊ നോക്കിക്കേ, ബാക്കി വായിച്ചു നോക്കാം. ഇഫ് ദി റേഡിയസ് ഓഫ് ദി കോൺ ഈസ് 50% മോർ ദാൻ റേഡിയസ് ഓഫ് സിലിണ്ടർ. ഓക്കെ, കോണിന്റെ റേഡിയസ് എന്താണ്, 50% മോർ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് റേഷ്യോ എഴുതാൻ നോക്കിക്കേ. ഞാൻ റേഡിയസ് ഓഫ് കോണിന്റെയും
അതുപോലെ തന്നെ റേഡിയസ് ഓഫ് സിലിണ്ടറിന്റെയും റേഷ്യോ എഴുതാണ്. നോക്കിക്കേ, കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? 50% മോർ ആണ്. 50% മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ ഞാൻ 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോണിന്റെ റേഡിയസ് എന്ത് വരും? 3 വരും. 3:2 എന്ന റേഷ്യോ എഴുതിക്കൂടെ? അപ്പൊ നോക്കിക്കേ, ബാക്കി ഹൈറ്റ് സെയിം ആണെന്ന് പറയാം. ബാക്കി വായിച്ചു നോക്കാം. Then the volume of cone is how much percentage more or less than the cylinder? More or less than that of the cylinder. അപ്പം വോളിയം, രണ്ടുപേരുടെയും വോളിയം നമുക്ക് കാണണം. അതിന്റെ പെർസെന്റേജ് കാണാൻ നമുക്ക് റേഡിയസിന്റെ റിയൽ വാല്യൂവിന്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഹൈറ്റിന്റെ ആവശ്യമില്ല. ജസ്റ്റ് റേഷ്യോസ് മാത്രം മതി. അപ്പൊ ഞാൻ നോക്കിക്കേ, രണ്ടുപേരുടെയും വോളിയം എടുക്കണം. ആദ്യമേ കോണിന്റെ വോളിയം ഓഫ് കോണും അതുപോലെ തന്നെ വോളിയം ഓഫ് സിലിണ്ടറും. അപ്പം വോളിയം ഓഫ് കോൺ നമുക്ക് ഇക്വേഷൻ അറിയാം, 1/3 പൈ r²h. ഓക്കെ, അപ്പൊ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്ന 3 അല്ലേടാ? അപ്പൊ 3r². അപ്പൊ 3r², 3ന്റെ സ്ക്വയർ 9 ആണ്. r² എഴുതി, h ഹൈറ്റ് രണ്ടുപേർക്ക് സെയിം ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് എഴുതി? 9r² എന്ന് എഴുതി. ഇനി സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പൈ r²h. അപ്പൊ പൈ എഴുതി, r², 2r അല്ലേ റേഡിയസ്, അപ്പൊ 4r² എന്ന് വരും. പിന്നെ h എഴുതി. അപ്പൊ hഉം എനിക്ക് കട്ട് ചെയ്യാം, പൈയും എനിക്ക് കട്ട് ചെയ്യാം. ഓക്കെ, r²ഉം എനിക്ക് കട്ട് ചെയ്യാം. ഈ ഒരു 9 കൊണ്ട് 3യെ കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, വോളിയം ഓഫ് കോൺ എന്ന് പറയുന്ന 3 കിട്ടി, വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 4 കിട്ടിയാണ് മക്കളെ. അപ്പൊ ബാക്കി നോക്കിക്കേ, നമുക്ക് ചോദിച്ചേക്കുന്നത് വോളിയം ഓഫ് കോൺ ഈസ് ഹൗ മച്ച് പെർസെന്റേജ് മോർ ഓർ ലെസ്, എത്ര പെർസെന്റേജ് കുറവ് അല്ലെങ്കിൽ കൂടുതൽ ആണ് എന്തിനെക്കാട്ടി? സിലിണ്ടർ, വിത്ത് റെസ്പെക്ട് ടു സിലിണ്ടർ. അപ്പൊ ഡിനോമിനേറ്ററി സിലിണ്ടറിന്റെ വോളിയം, ന്യൂമറേറ്ററിൽ എത്ര കുറവ് നോക്കാൻ നേരത്തെ 1 അല്ലേ? അപ്പം 1/4ന്റെ പെർസെന്റേജ് വാല്യൂ, 1/4ന്റെ പെർസെന്റേജ് വാല്യൂ എത്രയാണ്? 25% ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 25%. അപ്പൊ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ മിനിമൽ ആയിട്ട് മാത്രം എഴുതുക, വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം. ഇവിടെ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടില്ല. ഈ ഒരു സാധനം പോലും നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. വോളിയം ഓഫ് കോൺ ഈസ്റ്റ് വോളിയം ഓഫ് സിലിണ്ടർ. നമ്മൾ ഓരോ വരയിടുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്? ടൈം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം മാക്സിമം മിനിമൽ ആയിട്ട് മാത്രം എഴുതുക. ഇത് നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, പോസ് ചെയ്യുക. ഒരു സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് മാത്രം എക്സ്പ്ലനേഷൻ കേൾക്കുക. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദി കോസ്റ്റ് പ്രൈസ് ഓഫ് എ റെഫ്രിജറേറ്റർ ഈസ് 300% ദാറ്റ് ഓഫ് മൈക്രോവേവ്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് പറയുന്നത് എന്താണ്? 2 ഐറ്റംസ് ഉണ്ട് അല്ലെ? ഒരു റെഫ്രിജറേറ്ററും ഉണ്ട്, ഒരു മൈക്രോവേവ് ഓവനും ഉണ്ട്. ഓക്കെ, അപ്പൊ മൈക്രോവേവ് ഓവന്റെ കോസ്റ്റ് പ്രൈസ്, അപ്പൊ രണ്ടുപേരുടെ CP നെ പറ്റിയാണ് പറയുന്നത്. മൈക്രോവേവ് ഓവന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, റെഫ്രിജറേറ്ററിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് മൈക്രോവേവിന്റെ 300% ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിക്കേ, ഞാൻ രണ്ടുപേരുടെ CP എടുക്കുകയാണ്. അവിടെ മൈക്രോവേവിന്റെ ഞാൻ 100% ആയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് റെഫ്രിജറേറ്ററിന്റെ എന്തായിട്ട് പറയാം? 300% ആയിട്ട് പറയണം മക്കളെ. ഓക്കെ, അപ്പൊ ആ ഒരു സെന്റൻസ് കഴിഞ്ഞു. ദി റെഫ്രിജറേറ്റർ ഈസ് മാർക്ക്ഡ് 20% above ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. അപ്പൊ റെഫ്രിജറേറ്ററിനെ അതിന്റെ മാർക്ക്ഡ് പ്രൈസിലോട്ട് എത്തിക്കുകയാണ് അല്ലെ? മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസിനേക്കാൾ 25% കൂടുതലാണ്, മാർക്കപ്പ് ചെയ്തിരിക്കുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ നോക്കിക്കേ, 300ന്റെ 25%, 300ന്റെ 25% 75 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു മാർക്കപ്പ് പ്രൈസ് അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എത്ര പെർസെന്റേജ് ആയിട്ട് പറയാം? 375% ആയിട്ട് പറയാം. അവിടെ 25% ഓഫ് 300 കണ്ടു, 25% ഓഫ് 300 എന്ന് പറഞ്ഞാൽ 3 into 25 അല്ലേ? അങ്ങനെ 75 എന്ന് കിട്ടി. അപ്പം മാർക്കപ്പ് പെർസെന്റേജ് എത്രയാണ്? 375. 300നേക്കാൾ 75% കൂടുതൽ. ഓക്കെ, ആൻഡ് സോൾഡ് ആഫ്റ്റർ ഓഫറിംഗ് എ ഡിസ്കൗണ്ട് ഓഫ് 3000. അപ്പൊ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? 375% മൈനസ് 3000 റുപ്പീസ്. അപ്പൊ പെർസെന്റേജിൽ ഇട്ടിരിക്കുക, റുപ്പീസിനെ അങ്ങനെ തന്നെ കാണുക, നമ്പർ ആയിട്ട് തന്നെ കാണുക, അല്ലെങ്കിൽ റുപ്പീസ് സിമ്പിൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ പെർസെന്റേജുകളെ നിങ്ങൾ പെർസെന്റേജ് ഇടാൻ മറന്നുപോലെ നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെ അതേ കണക്ക് തന്നെ ഇട്ടേക്കുക. While the microwave is sold at a profit of 400 rupees. അപ്പൊ മൈക്രോവേവ് വിറ്റത്, അതായത് മൈക്രോവേവിന്റെ SP എന്ന് പറയുന്നത് ഈ 100%ന്റെ കൂടെ
ഈ 100% കൂടെ 400 രൂപയും കൂടെ കൂടിയതാണ്. അപ്പൊ അതിനെങ്ങനെ എഴുതാം? 100% പ്ലസ് 400 എന്ന് എഴുതാം. ഇനി ബാക്കി വായിച്ചു നോക്കിക്കേ. സച്ച് ദാറ്റ് ദി റേഷ്യോ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് റെഫ്രിജറേറ്റർ ആൻഡ് മൈക്രോവേവ്. അപ്പൊ രണ്ടുപേരുടെയും എസ് പികളുടെ റേഷ്യോ എത്രയാണെന്ന് തന്നിരിക്കുകയാണ്? 11:4 എന്ന് തന്നിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരുടെ എസ് പിയുടെ റേഷ്യോ ഞാൻ എടുക്കുന്നു. നോക്കിക്കേ, നമുക്ക് ആദ്യമേ ആരാ തന്നിരിക്കുന്നത്? റെഫ്രിജറേറ്റർ. അപ്പൊ റെഫ്രിജറേറ്ററിന്റെ എസ് പി എടുക്കുന്നു. 375% മൈനസ് 3000 ഡിവൈഡഡ് ബൈ, ഇനി മൈക്രോവേവിന്റെ എന്ത് വരും? 100% പ്ലസ് 400 എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? നമുക്ക് 11:4 എന്ന് പറഞ്ഞാൽ 11/4 എന്ന് എടുക്കാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ 375 into 4 300 into 4 നമുക്കറിയാം 1200 വരും. പിന്നെ 75 into 4 എന്ന് വെച്ചാൽ 75ന്റെ ഇരട്ടി 180, 180ന്റെ ഇരട്ടി 300. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1500 എന്ന് കിട്ടും. ഇവിടെ 1500% ആണ്. 1500% മൈനസ് 1200 അത് റുപ്പീസ് ആണ്. 1200 സോറി 12000. ഓക്കെ, 3 0 അല്ലേ? 12000 ഈക്വൽ ടു എന്തെന്ന് പറയാം? 11 into 100. അപ്പം 1100%, 1100% പ്ലസ് 4400 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 2% ഞാൻ ഒരു സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം? 400% അല്ലെ? 400% ഈക്വൽ ടു എത്ര വരും? സീറോസ് ആഡ് ചെയ്യാണ്. ഇത് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവില്ലേ? 0 വീണ്ടും 0 4 6 1 ഇങ്ങനെ കിട്ടി. അപ്പൊ 400% എത്രയാന്ന് കിട്ടി? 16400 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നോക്കിക്കേ, ഫൈൻഡ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് മൈക്രോവേവ്. അപ്പൊ മൈക്രോവേവിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് എന്ന് പറഞ്ഞാൽ 100%. 100% കിട്ടാൻ ഡിവൈഡ് ചെയ്താൽ പോരെടാ. 400 ഡിവൈഡ് ചെയ്താൽ പോരെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നേരത്തെ ഇവിടെ നോക്കിക്കേ 4, ഇവിടെ 1 ടൈം 00. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് ഓഫ് എന്ത് മൈക്രോവേവ് എത്രയാന്ന് കിട്ടി? 4100 എന്ന് കിട്ടി. അപ്പൊ മൈക്രോവേവിന്റെ കോസ്റ്റ് പ്രൈസ് 4100. നമ്മുടെ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷനിലുണ്ട് ഓപ്ഷൻ ബി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചൂസ് ചെയ്യാം. അപ്പൊ പെർസെന്റേജ് വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേരിയബിൾ ഇടാതിരിക്കുക, പെർസെന്റേജ് തന്നെ എല്ലാം ചെയ്യാൻ നോക്കുക. പെർസെന്റേജ് പഠിച്ചത് എന്തിനാണ്? അത് യൂസ് ചെയ്യാനാണ്. അപ്പം എന്ത് ചെയ്യുക? കഴിവതും വേരിയബിൾസ് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു അപ്രോക്സിമേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒന്ന് പോസ് ചെയ്യുക. അപ്പൊ നോക്കിക്കേ, പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അപ്പം ഇവിടെ നോക്കിക്കേ, 25% ഓഫ് 2000. 25% എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ? 1/4 എന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതി. അപ്പൊ 2000ന്റെ പകുതി 1000, 1000ന്റെ പകുതി 500 കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 2000ന്റെ പകുതി 1000, 1000ന്റെ പകുതി 500. 500 എഴുതി. ഇനി 50% എന്ന് പറഞ്ഞാൽ പകുതി അല്ലേടാ. അപ്പൊ 100ന്റെ പകുതി 50 കഴിഞ്ഞു. ഇനി നോക്കിക്കേ, 9.87. ഇത് 49.99 എനിക്ക് 50 ആക്കാൻ പറ്റി. 25.12നെ 25 ആക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ 9.87 ഞാൻ എന്താക്കും? റൗണ്ട് ചെയ്ത് 10% ആക്കും. അപ്പൊ 10% ഓഫ് 50 എത്ര വരും? 5 വരും. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് 0 0 5 ആഡ് ചെയ്തു. 10th ഡിജിറ്റ് ആഡ് ചെയ്യുന്നു, 0 5 ആഡ് ചെയ്തു, ലാസ്റ്റ് 100 പ്ലേസ്. അപ്പൊ ആൻസർ 555 അല്ലെ? 555 555 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി അല്ലെ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എല്ലാവരും പോസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ല, സോറി, പൈപ്പ് ആൻഡ് സിസ്റ്റേൺസിലെ ഒരു ചോദ്യം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. പൈപ്പ് എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ X hours. പൈപ്പ് എക്ക് ഒരു ടാങ്ക് ഫിൽ ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? X hours ആണ്. ആൻഡ് പൈപ്പ് ബി ക്യാൻ എംപ്റ്റി ദി സെയിം ടാങ്ക് ഇൻ X plus 6 hours. ഓക്കെ, അപ്പൊ പൈപ്പ് ബിക്ക്
ടൈം നമുക്ക് തന്നിട്ടില്ല, ഒരു വേരിയബിൾ തന്നിരിക്കുകയാണ്. പൈപ്പ് ബിക്ക് എന്താണ് എക്സിനേക്കാൾ 6 മണിക്കൂർ കൂടുതൽ എടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. വെൻ ബോത്ത് പൈപ്സ് ആർ ഓപ്പൺ ടുഗദർ, രണ്ട് പൈപ്പും ഒരുമിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ദി ടാങ്ക് ഗെറ്റ്സ് ഫിൽഡ് ഇൻ 12 hours. ടാങ്ക് എന്ത് ചെയ്യുന്നു, ഒരു 12 hours ഫിൽ ആകുന്നു. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എക്സ്, എക്സിന്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സ്പെഷ്യൽ കേസ് ആണ് കേട്ടോ. അപ്പൊ ഇതിന് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ ഒരുമിച്ച് ചെയ്യുന്ന ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ഒരുമിച്ച് ചെയ്യുന്ന ടൈം തന്നിട്ടുണ്ട്. അപ്പൊ ആ ടൈമിനെ അങ്ങോട്ട് എടുക്കാം. ആ ടൈമിനെ അങ്ങ് എടുക്കാം. ഇനി നോക്കിക്കേ, ഒരെണ്ണം എക്സ് അവേഴ്സിലും ഒരെണ്ണം x+6 അവേഴ്സിലും ഫില്ല് ചെയ്യും, അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നല്ല എം ടി ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്ന 6 അല്ലേ, ആ ടൈം ഗ്യാപ്പ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ ടൈം ഗ്യാപ്പ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കേ എന്ത് കിട്ടും, 2 കിട്ടും. ഓക്കെ, ചിലപ്പോൾ 2 കിട്ടാം, ചിലപ്പോൾ 2/7 എന്ന് കിട്ടാം. എങ്ങനെ വന്നു കഴിഞ്ഞാലും ആ ന്യൂമറേറ്റർ പോർഷൻ മാത്രം എടുക്കുക. ഡിനോമിനേറ്ററിനെ പറ്റി നമ്മൾ ഓർക്കേ വേണ്ട. എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ പോർഷൻ മാത്രം എടുക്കുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരും. അപ്പം മാക്സിമം വെട്ടുക. ഇപ്പം 10/4 എന്നാണ് കിടക്കുന്നതെങ്കിൽ നോക്കിക്കേ, 10/4 എന്നല്ല, 20/4 എന്നാണ് വരുന്നതെങ്കിൽ നോക്കിക്കേ, ഒരു പ്രാവശ്യം വെട്ടിയാൽ പോരാ, എന്താ മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് വരും, 5 വരും. അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്താണ് 12ഉം 6ഉം ആയിരുന്നു. അപ്പോൾ ഒറ്റ തവണ വെട്ടുമ്പോൾ തന്നെ കഴിഞ്ഞു, പിന്നെ വെട്ടാനൊന്നുമില്ല. അപ്പൊ ആ ന്യൂമറേറ്റർ എടുക്കാം. ഇനി ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാം. ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം, 1x2 എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. 1x2 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇൻ കേസ് വേറെ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 12 എന്ന് പറയുന്ന നമ്പർ വന്നു. 12 എന്ന് പറഞ്ഞ നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം, 1x12 എന്ന് എഴുതാം. അതുപോലെ തന്നെ 3x4 എന്ന് എഴുതാം, 2x6 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതില് ഏറ്റവും മിനിമം ഡിഫറൻസ് വരുന്ന പെയർ എടുക്കാം. ഏറ്റവും മിനിമം ഡിഫറൻസ് വരുന്ന പെയർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അതിനനുസരിച്ച് വേണം നമ്പർ സെലക്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെ 1x2 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ പെയറേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, 1:2 എന്നെടുക്കാം. ഇതായിരിക്കും എന്ത്, ഡേയ്സിന്റെ റേഷ്യോ. ഡേയ്സിന്റെ റേഷ്യോ, അതായത് എക്ക് എക്സ് എടുക്കുന്നു എന്ന് പറഞ്ഞു, ബിക്ക് എന്തെടുക്കുന്നു, x+6. അപ്പൊ ഇത് എയുടെ ടൈം, ഇത് ബിയുടെ ടൈം. അങ്ങനെയാണെങ്കിൽ 6 ദിവസം വ്യത്യാസം ഇല്ലേടാ രണ്ടുപേരുടെ ടൈമും തമ്മിൽ. അങ്ങനെയാണെങ്കിൽ 6 എന്ന് പറയുന്നതാണ് എന്ത്, അവിടുത്തെ ആ ഒരു ഡിഫറൻസ് ആയ 1:. നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന എക്സ് അല്ലേ. എക്സ് എന്ന് പറയുമ്പോൾ എയുടെ ടൈം, അതായത് 1:. എന്നാണ്. അപ്പൊ എന്താണ് ആൻസർ, 6. കഴിഞ്ഞു. അപ്പൊ ഈ ഒരു മെത്തേഡ്, ഈ ഒരു പാറ്റേണിൽ വരുന്ന ടൈം ആൻഡ് വർക്കിന്റെ അല്ലെങ്കിൽ പൈപ്പ് ആൻഡ് സിസ്റ്ററിന്റെ ചോദ്യം നമുക്ക് ഇതേ മെത്തേഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 6. ഓപ്ഷൻ ബി 6. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോർമലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്ത് വന്നിട്ട് അത് സോൾവ് ചെയ്യേണ്ടി വരും. കുറച്ച് ലെങ്തി ആണ്, അതുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് കട്ട് പഠിച്ചു വെക്കാൻ പറയുന്നത്. ഓക്കെ, നോർമലി ചെയ്യാൻ പറ്റാതെ ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ഫോളോയിങ് ഗ്രാഫ് ഷോസ് ദി ഡേറ്റ ഓഫ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് പാർട്ടിസിപ്പേറ്റിംഗ് സ്പോർട്സ് കോമ്പറ്റീഷൻ ഇൻ വെസ്റ്റ് ബംഗാൾ. അപ്പൊ വെസ്റ്റ് ബംഗാളിലെ ഒരു സ്പോർട്സ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസിന്റെ എണ്ണം തന്നിരിക്കുകയാണ്. ഏത് മാസം തൊട്ട്, ജനുവരി മാസം തൊട്ട് ജൂലൈ മാസം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എക്സ് ആക്സിസിൽ നമുക്ക് മന്തുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ വരെയുള്ള മാസം. അതുപോലെ തന്നെ വൈ ആക്സിസിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് വാല്യൂസ് കാണാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും, കാരണം നമ്മുടെ ലൈൻ ഗ്രാഫില് ഡിവിഷൻസ് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ മാർക്കിംഗ് ഒന്ന് കാണിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് 90 ആണ്, 100 താഴെ. ഇതെന്ന് പറയുന്നത് 150 മുകളിൽ കിടക്കുന്നതാണ്, 160. അതാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്താണ്, 100 ആണ്, ഇത് 200 ആണ്, ഇത് 150 ആണ്, ഇത് 300 ആണ്, ഇത് 250. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഫ്രം ദി ഗിവൺ മന്ത്സ്. അപ്പൊ ഈ ഗിവൺ മന്ത്സിലെ ആവറേജ് പാർട്ടിസിപ്പൻസിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ ഈ ആവറേജ് പാർട്ടിസിപ്പൻസിന്റെ എണ്ണം നമുക്ക് ഏറ്റവും എളുപ്പ മെത്തേഡ് എന്ന് പറയുന്നത് ഡീവിയേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ആവറേജ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. അത് ഈ ഡേറ്റയിൽ ഉള്ള ഒരു നമ്പർ ആവാം, ഇല്ലാത്ത ഒരു നമ്പർ ആവാം. അപ്പൊ ഞാൻ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ആവറേജ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ തോന്നിയത് 200 ആണ്. ഈസി ആയിട്ട് ആഡ് ചെയ്തും സബ്ട്രാക്ട് ചെയ്തൊക്കെ പോവാം എന്ന് തോന്നിയത് കൊണ്ടാണ് 200 എടുക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ 100 കുറവല്ലേടാ, 100 കുറവായതുകൊണ്ട് ഞാൻ ഡീവിയേഷൻ 100 കുറവ് -100 എന്ന് എഴുതി. ഇവിടെ ഡീവിയേഷൻ ഒന്നുമില്ല അല്ലെ, 0. ഇവിടെ 100 കൂടുതലാണ്, സോ +100. ഇവിടെ 50 കൂടുതലാണ്, സോ +50. ഇനി ഇവിടെ
ഇവിടെ ഇവിടെ കുറവല്ലേ? എത്ര കുറവ്? 40 കുറവ്. 40 കുറവ്. ഇവിടെ 110 കുറവ്. കറക്റ്റ് ആണല്ലോ. ആദ്യമേ 100 0 100 ഒരു -50 ഞാൻ വിട്ടുപോയി. 1 2 3 4 5 6 ഒരു -50 ഞാൻ വിട്ടുപോയി. ഇയാളുടെ മാർച്ചിന്റെ -50 അതുകൂടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ +100ഉം -100ഉം അങ്ങ് അടിച്ചുപോയി. അതുപോലെ തന്നെ +50 -50 അടിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ഒരു -40ഉം അതുപോലെ തന്നെ -110ഉം. അത് രണ്ടും കൂടെ ചേരുമ്പോ -180 ആവില്ലേടാ? -180 ആയി. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 7 കൊണ്ട്. കാരണം ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കാൻ വേണ്ടി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ, ഇവിടെ 15-ല് 2 വട്ടം പോയി. ഇനി 10-ല് 1 വട്ടം പോകും. 10-ല് 1 വട്ടം പോവും. ഓക്കെ, 10-ല് 1 വട്ടം പോവും. 1 വട്ടം പോയി കഴിഞ്ഞാൽ ഞാൻ ഡെസിമൽ ഇട്ടു. ബാക്കി 3 ഉണ്ട്. 3 0 എന്ന് പറയുമ്പോൾ 4. ഓക്കെ, 21.4 റൗണ്ട് ചെയ്ത് നമുക്ക് 21 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 200-ന്ന് 21 കുറഞ്ഞു. 200-ന്ന് 21 കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 179. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 179 ആണ്. 179. ഓക്കെ, ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഡി 179. ക്ലിയർ ആണോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡി എയിലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റ്യൻ കാണും ഡി എയിൽ. മിക്ക ഡി എയിലും 5 ക്വസ്റ്റ്യൻ കാണും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഫ്രം ദി മന്ത് ഓഫ് ജാനുവരി ഏപ്രിൽ മെയ്. അപ്പൊ ജാനുവരി ഏപ്രിൽ മെയ്യുടെ ടോട്ടൽ നമ്പറും ടു മാർച്ച് ജൂൺ ജൂലൈ ഫെബ്രുവരി. അപ്പൊ ആദ്യം ജാനുവരി 100 ആണ്. ഏപ്രിൽ ഇതാ ഇവിടെ കിടക്കാണ് അല്ലെ. ഏപ്രിൽ 300. അപ്പൊ 400 ആയി. മെയ് നമുക്ക് ഏതാ? മെയ് ഇത്. അപ്പൊ 400-ഉം 250. 400 250 650 ആയില്ലേ? സോ കൂട്ടി എഴുതി. ഈസ് 2. അടുത്ത മാർച്ച് 150 ആണ്. ജൂലൈ 90 ആണ്. 150-ഉം 100-ഉം 250 ആണ്. സോ 240. ഇത് 240 വരും. പിന്നെ ഫെബ്രുവരി 200 ആണ്. അപ്പോ 240-ഉം 200-ഉം 440. 0 വെട്ടി. അങ്ങനെയാണെങ്കിൽ റേഷ്യോ നമുക്ക് എന്ത് കിട്ടി? 65:44. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? 65:44. ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ജാനുവരി ഔട്ട് ഓഫ് ടോട്ടൽ പാർട്ടിസിപ്പൻസ്. അപ്പൊ ജാനുവരിയിലുള്ള ടോട്ടൽ പാർട്ടിസിപ്പൻസില് 40% ആർ ഫ്രം കബഡി. അപ്പൊ ജാനുവരിയിലുള്ള 100 പേരില് അതിന്റെ 40%. അപ്പൊ 100-ന്റെ 40% എന്ന് പറഞ്ഞാൽ 40 അല്ലടാ. അപ്പൊ 40 പേര് എന്തിലാണ്? കബഡിയിലാണ്. നമുക്ക് അപ്പോഴേ രേഖപ്പെടുത്താം. ഔട്ട് ഓഫ് ദി റിമൈനിങ്. അപ്പൊ കബഡി 40 പേരുണ്ടെങ്കിൽ റിമൈനിങ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 60 ആയിരിക്കും. അപ്പൊ ആ 60-ന്റെ 30%. അപ്പൊ നോക്കിയേ, ടോട്ടൽ പാർട്ടിസിപ്പൻസ് അതിൽ നിന്ന് കബഡി പോയി, റിമൈനിങ് വന്നു. റിമൈനിങ്ങിന്റെ 30%. അപ്പൊ 60-യുടെ 30% 18 അല്ലേടാ? 18 അല്ലേ? അപ്പൊ അതെന്തിനാണ്? ഹൈ ജമ്പ് ആണ്. സോറി, ലോങ് ജമ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിമൈനിങ് എന്തായിരിക്കും? ഹൈ ജമ്പ് എന്ന് പറയുമ്പോൾ 60-യുടെ 70%. 60-യുടെ 70 എന്ന് പറഞ്ഞാൽ 6 into 7 അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ 42 ആണ്. ഹൈ ജമ്പില് 42 പീപ്പിൾ ഉണ്ട്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി 42. ക്ലിയർ ആണ്? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. SBA PO തന്നെയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വായിച്ചു നോക്കാം. ദി ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഫ്രം മാർച്ച് ആൻഡ് മെയ്. അപ്പൊ മാർച്ചിലെയും മെയ്യിലെയും ടോട്ടൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ 150 മാർച്ച്, മെയ്യിലത് 250 അല്ലെ? അപ്പൊ 150-ഉം 250-ഉം 300 400 വരും. ഈസ് ഹൗ മച്ച് പെർസെന്റേജ് മോർ ദാൻ പാർട്ടിസിപ്പൻസ് ഫ്രം ഏപ്രിൽ മന്ത്. ഏപ്രിൽ മന്തിൽ 300 ആണ് അല്ലെ? അപ്പൊ ഏപ്രിൽ മന്തിൽ 300 എന്ന് പറയുമ്പോൾ 300-നെക്കാട്ടി 100 കൂടുതലല്ലേടാ? അപ്പം ഫ്രാക്ഷൻ എന്ത് വരും? 1/3 വരും. 1/3-യുടെ പെർസെന്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 33.33% അല്ലേ? നോക്കി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി 33.33. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ DIs, ചില DIs പാടായിരിക്കും. പാടുള്ള DI നിങ്ങൾ ലാസ്റ്റ് ചെയ്യാൻ നോക്കാം. കഴിവതും ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു DI കാണും, അതിനെ പിക്ക് ചെയ്യണം. ഓക്കെ,
അപ്പൊ അതേപോലെ ഈസി ആയിട്ടുള്ള ഒരു DA ആണിത്. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യം. 4 ചോദ്യം കഴിഞ്ഞു, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഈ DAയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദി അക്കാഡമി extended the competition for 1 more month due to their popularity growth. അപ്പൊ അക്കാഡമി എന്ത് ചെയ്യാണ്? സ്പോർട്സ് കോമ്പറ്റീഷൻ ഒരു മാസത്തേക്ക് കൂടെ നിർത്താണ്. ഇൻ ദി നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റില് പാർട്ടിസിപ്പൻസ് ആർ 66.66%. അപ്പൊ ഈ 66.66% എന്ന് പറയുന്നത് നമുക്കറിയാം 2/3 ആണ് അല്ലെ? അപ്പൊ 66.66% കൂടുതലാണ്. ഏത് മാസത്തിനേക്കാൾ? ഏപ്രിൽ മാസത്തിനേക്കാൾ. അപ്പൊ ഏപ്രിൽ മാസത്തില് 300 ആണ്. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസത്തിന്റെ 5/3 ആയിരിക്കും എന്ത്? ഓഗസ്റ്റ് മാസത്തിൽ. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റിൽ എനിക്ക് എത്ര എന്ന് പറയാം? 5/3. 300ന്റെ 5/3 എത്ര വരും? നോക്കിക്കേ, വെട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 500 എന്ന് വരും. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാ? പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, ഇൻ ഓഗസ്റ്റ് മന്ത് ദി റേഷ്യോ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ടിസിപ്പൻസ് ആർ 12:8. അപ്പം മെയിലും ഫീമെയിൽ പാർട്ടിസിപ്പൻസിന്റെയും റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 12:8 ആണ്. ഫൈൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് മെയിൽസ് ഇൻ ഓഗസ്റ്റ് ആൻഡ് ടോട്ടൽ പാർട്ടിസിപ്പൻസ് ഇൻ ജൂലൈ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മെയിൽസ് കണ്ടുപിടിക്കണം. മെയിൽസ് എന്ന് പറയുന്നത് ടോട്ടലായ 20ന്റെ 12 പേർട്ട് അല്ലേ? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? 12/20. അപ്പൊ 0 കട്ട് ചെയ്തു. ഈ 2 ഈ 6 12 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 ആയില്ലേ? അപ്പൊ എന്ത് കിട്ടി? നമ്പർ ഓഫ് മെയിൽസ് എന്ന് പറയുന്നത് 300 കിട്ടി. അതിന്റെയും ജൂലൈയിലെ ആൾക്കാർ. അപ്പൊ ജൂലൈയിലെ ആൾക്കാർ എന്ന് പറയുമ്പോൾ 90 അല്ലേടാ? അപ്പൊ 300 മൈനസ് 90 നമുക്ക് എത്ര കിട്ടും? 210 കിട്ടും ആൻസർ. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷനിൽ ഉണ്ട്, ഓപ്ഷൻ ഡി. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമി കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രാഞ്ചസ് ട്രിവാൻഡ്രത്തുണ്ട്, കൊല്ലത്തുണ്ട്, കൊട്ടാരക്കരയുണ്ട്, തൃശ്ശൂരുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടും ഉണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.